മറ്റ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ ട്രാൻസ്ജെൻഡർ സൈനികരെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കാൻ ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച മെമ്മോ പെന്റഗൺ പുറത്തിറക്കി. ഇതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ജനുവരിയിൽ പുറത്തിറങ്ങിയിരുന്നു. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ട്രാൻസ്ജെൻഡറുകളോടുള്ള നിലപാട് എന്തായിരിക്കും എന്നത് ട്രംപ് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ആണും പെണ്ണും മാത്രം മതി ഈ രാജ്യത്ത് എന്നൊരു നിലപാടെടുത്തതാണ്. പക്ഷേ ബരാക് ഒബാമ 2016 സ്വീകരിച്ച വിപ്ലവകരമായ നിലപാടാണ് ഇപ്പോൾ തിരുത്തപ്പെടുന്നത്. എന്തൊക്കെയാണ് ഈ തീരുമാനത്തെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ? ശ്രീജ, ഈ രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നടത്തിവരുന്ന പുതിയ പരിഷ്കാരങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരം നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതുമാണ്. തന്റെ ഭരണത്തിൽ കാര്യമായ കാതലായ മാറ്റങ്ങൾ സൈന്യത്തിലടക്കം ഉണ്ടാകും എന്ന കാര്യത്തിൽ. ഇപ്പോൾ ഏറ്റവും പുതിയത് ഈ ട്രാൻസ്ജെൻഡറുകളുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൈന്യത്തിൽ ചേരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ട്രംപ് ഭരണകൂടം എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ സൈന്യത്തിൽ തുടരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളോട് ഒന്നുകിൽ പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ചില മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ട പശ്ചാത്തലം കൂടി ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് പെന്റഗൺ. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങുകയും മറ്റും ചെയ്തു. ജനുവരിയിൽ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറങ്ങുകയും ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും മറ്റും ചെയ്തിരുന്നു. അതായത് യുദ്ധമുഖത്ത് പോരാടാൻ മനോവീര്യമുള്ളവർക്ക് സൈന്യത്തിൽ തുടരാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായി 3 മാസത്തെ, അതായത് 36 മാസത്തെ ലിംഗസ്ഥിരത വേണമെന്നും ഉത്തരവിൽ പറയുന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ചിലരുടെയൊക്കെ ശസ്ത്രക്രിയകൾ പോലും, ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ പോലും അമേരിക്ക ഇടപെട്ട് നടപ്പിലാക്കിയ പശ്ചാത്തലം ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഈ ട്രാൻസ്ജെൻഡറുകളെ പിരിച്ചുവിടാനുള്ള നീക്കം അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ അടുത്ത മാസം മുതൽ തുടങ്ങും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ബരാക് ഒബാമയാണ് 2016 ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുകയും 2017 മുതൽ ട്രാൻസ്ജെൻഡറുകളെ അമേരിക്കൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തുകയും മറ്റും ചെയ്ത ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ട്. ജോ ബൈഡൻ പിന്നീട് വന്ന ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടപ്പിലാക്കുകയും ഈ നിയന്ത്രണങ്ങൾ പിന്നീട് വന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മാറ്റുകയും മറ്റും ചെയ്തിരുന്നു. തുടർന്നാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് അമേരിക്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാനുള്ള അവസരമൊക്കെ കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഇതിനെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ട്രംപ് ഭരണകൂടം നടത്തുന്നത്. ഈ ഉത്തരവ് വളരെ സ്ട്രിക്റ്റായി നടപ്പിലാക്കും എന്ന കാര്യത്തിലും ചില വ്യക്തതകൾ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ചില മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡറുകൾക്ക് നൽകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഈ മെമ്മോ, ഈ സംബന്ധിക്കുന്ന നടപടികളുടെ മെമ്മോ പെന്റഗൺ പുറത്തിറക്കുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. 30 ദിവസത്തിനകം 30 ദിവസ സമയമാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ ട്രംപിന്റെ പരിഷ്കരണ നടപടികൾ തുടരുകയാണ്. അമേരിക്കയിലെ ചില വിഭാഗങ്ങളിൽ നിന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഉയരുന്നുണ്ട് എങ്കിൽ പോലും ഭൂരിപക്ഷ പിന്തുണ തനിക്കുണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ട്രംപ്. ഈ കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ട്, ട്രാൻസ്ജെൻഡർ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അമേരിക്കയിലെ വലിയൊരു വിഭാഗം ഇക്കാര്യത്തിലൊക്കെ നേരത്തെയും എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇതേ തന്റെ നയങ്ങൾ ഇതൊക്കെ ആയിരിക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ പോളിംഗിന് മുൻപ്, അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന് മുൻപ് വ്യക്തമാക്കി തന്നെയാണ് ട്രംപ് തന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നയങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ അമേരിക്കൻ പിന്തുണ കൂടും എന്നുള്ള ആത്മവിശ്വാസം ട്രംപിനുണ്ട്. അങ്ങനെ ഇതുവരെ പല പ്രസിഡന്റുമാരും സ്വീകരിക്കാത്ത പരിഷ്കാരങ്ങളിൽ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളിൽ ഒക്കെ കടുപ്പിക്കുകയാണ് കാര്യങ്ങൾ. നമുക്കറിയാം, തീരുവയുമായി ബന്ധപ്പെട്ട്, അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, പല യുദ്ധമുഖത്തെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിർണായക തീരുമാനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ട്രാൻസ്ജെൻഡർ നിയമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് വൈറ്റ് ഹൗസ് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശ്രീജ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ട്രംപ് എടുക്കുന്ന അടുത്ത തീരുമാനം. 1 മാസത്തിനുള്ളിൽ തന്നെ ഇത് നടപ്പാക്കുകയും ചെയ്യും. ഇനി